ഈ പണിമുടക്ക് പൊളിക്കാൻ തുടക്കം മുതൽ പ്ലാൻ ചെയ്തു. ഒന്നാമത് അവരെടുത്ത കാര്യം, ജോർജ് ഫെർണാണ്ടസ് അന്ന് CITയുടെ കൂടി പിന്തുണയോടുകൂടി റെയിൽവേ പ്രസിഡന്റ്ഷിപ്പിന് മത്സരിച്ച് ജയിച്ചു. അത് ജയിച്ചപ്പോ ഫെർണാണ്ടസിന് കൊടുത്ത സ്വീകരണത്തിനിടയിൽ ഫെർണാണ്ടസ് പറഞ്ഞു, ഈ പണിമുടക്ക് നടന്നാൽ അതിന്റെ പ്രത്യാഘാതം 10 ദിവസം കഴിയുമ്പോ ഈ തെർമൽ പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള കൽക്കരി കിട്ടൂല. കാരണം കൽക്കരി ഖനികളിൽ നിന്ന് ഈ തെർമൽ പ്ലാന്റിലേക്ക് എത്തിക്കുന്നത് ഗുഡ്സ് ആണല്ലോ, അതൊക്കെ നിൽക്കും. ഇത് മാത്രമല്ല, ഈ തെർമൽ പ്ലാന്റുകളിൽ പ്രവർത്തിക്കാത്തതിന് പുറമെ പല ഫാക്ടറികളിലും വ്യവസായങ്ങളും അവരുടേതായിട്ടുള്ള ചെറിയ തെർമൽ യൂണിറ്റ് ഉണ്ട്, അതിനും കൽക്കരി വേണം, അതുമൊക്കെ നിൽക്കും. ഇത് ഇന്ദിരാഗാന്ധിയെ പരിഭ്രാന്തയാക്കി ഒരു ഘട്ടത്തിൽ. അപ്പൊ ആ പരിഭ്രമിച്ചതിന്റെ കൂട്ടത്തിൽ അവര് ഈ പണിമുടക്ക് പൊളിക്കാനുള്ള എല്ലാ പണിയും ചെയ്തു. അങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ ഈ സംഭവം വലുതായി വന്ന് സംസ്ഥാനത്തിന് അകത്തും പുറത്തും ഒക്കെ പ്രത്യാഘാതം സൃഷ്ടിച്ചത്. ഈ പണിമുടക്ക് തുടങ്ങിയിട്ട് ഒരു ഘട്ടത്തിൽ സാധാരണഗതിയിൽ ജനങ്ങൾ ഈ പണിമുടക്കുകളെ എതിർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ട്. ഏത് പണിമുടക്കിനെയും പൊതുജനങ്ങളെ കാരണം പൊതുബോധം പലപ്പോഴും പണിമുടക്കുകൾക്ക് എതിരാണല്ലോ. അപ്പൊ ഈ പണിമുടക്കിന്റെ കാര്യത്തിൽ പൊതുജനങ്ങളുടെ ഒരു സമീപനം എന്തായിരുന്നു? പൊതുജനങ്ങള് പൊതുവിൽ ഈ പണിമുടക്കിന് അനുകൂലമായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തോടുള്ള എതിർപ്പ്, മറ്റു കാര്യങ്ങൾ ഒക്കെ വച്ചിട്ട് അങ്ങനത്തെ ഒരു സമീപനം ജനങ്ങളുടെ ഇടയിൽ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി വന്നില്ല, പ്രതികൂലമായി വന്നു. ഈ സംഘടന പണിമുടക്കിന്റെ ഡിമാൻഡുകളിൽ ഏറ്റവും പ്രധാന ആവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്നുള്ളതായിരുന്നല്ലോ. മിനിമം ശമ്പളം, ജീവിക്കാൻ ആവശ്യമായ മിനിമം ശമ്പളം എന്നുള്ളൊരു ഡിമാൻഡ് വെച്ചിരുന്നല്ലോ. അത് റെയിൽവേയിൽ മാത്രമല്ല, എല്ലാ തൊഴിലാളികൾക്കും അത് അത്തരത്തിൽ ആവശ്യം ഉന്നയിക്കുന്ന ഒരു പ്രേരകമായിരുന്നു. അതെന്താ വെച്ചാൽ അന്ന് റെയിൽവേ തൊഴിലാളികളുടെ മിനിമം ശമ്പളം നിശ്ചയിച്ചിരുന്ന 185 രൂപ എന്നാണ് എന്റെ ഓർമ്മ. അത് 190 ആക്കി ഇന്ദിരാഗാന്ധി ഭേദഗതി. ആ ഭേദഗതി ഈ റെയിൽവേ പണിമുടക്ക് പൊളിക്കാനാണെങ്കിലും അത് അവരാഗ്രഹിച്ച പ്രതികരണം അല്ല ഉണ്ടാക്കി. കാരണം സെൻട്രൽ പബ്ലിക് സെക്ടറില് HMT ഉൾപ്പെടെയുള്ള പല വ്യവസായ ശാഖകളിലും അന്ന് ഇതിനേക്കാൾ കൂടുതൽ ശമ്പളമുണ്ട്. അപ്പോ ഫെർണാണ്ടസ് പ്രസിഡന്റായി പണിമുടക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞ പ്രചരണം തുടങ്ങിയപ്പോ ഫെർണാണ്ടസ് പറഞ്ഞു, ഞങ്ങൾക്ക് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് ഇത്ര പൈസ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് കൊടുക്കണ വേതനവും ഡിയും അതൊക്കെ ഞങ്ങൾക്ക് കിട്ടണം, മിനിമം ഗ്രാറ്റുവിറ്റിയെ സംബന്ധിച്ച് ഉറപ്പ് തരണം. ഇതൊക്കെ ഫെർണാണ്ടസിന്റെ പ്രസ്താവനയിൽ ഫെർണാണ്ടസ് പറഞ്ഞു. അതിന് നല്ല പ്രതികരണം ഉണ്ടായി പബ്ലിക്കിന്റെ ഇടയിൽ.